അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇമാം മഹ്ദി ഭൂമിയിലെ മനുഷ്യജീവിതത്തിൻ്റെ അവസാനത്തോടടുത്ത് പ്രത്യക്ഷപ്പെടുമെന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇസ്ലാമിൽ ഇതിനെ അന്ത്യസമയമെന്ന് വിളിക്കുന്നു. അദ്ദേഹം നീതിമാനും മഹാനുമായ ഒരു നേതാവായിരിക്കും. ഭൂമിയിലെ എല്ലാ അടിച്ചമർത്തലുകളും അഴിമതികളും അവസാനിപ്പിക്കുകയും നീതി സ്ഥാപിക്കുകയും യഥാർത്ഥ ഇസ്ലാം പ്രചരിപ്പിക്കുകയും ചെയ്യും. ഇസ്ലാമിൻ്റെ ശത്രുക്കളോട്, പ്രത്യേകിച്ച് ജൂതന്മാരോട് പോരാടി പരാജയപ്പെടുത്തുകയും ചെയ്യും. ഇസ്ലാമിക പണ്ഡിതന്മാർ അദ്ദേഹത്തിൻ്റെ വരവിനെക്കുറിച്ച് ഏകാഭിപ്രായക്കാരാണെങ്കിലും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. സുന്നികളും 12 ഷിയാക്കളുമാണ് ഇതിൽ പ്രധാനമായും ഭിന്നിച്ചു നിൽക്കുന്നത്. സുന്നികൾ പറയുന്നത് മഹ്ദി പ്രവാചകന്റെ മകൾ ഫാത്തിമ അസ്സഹ്റ വഴിയുള്ള പ്രവാചക കുടുംബത്തിൽ നിന്നുള്ള മുഹമ്മദ് ബിൻ അബ്ദുല്ല എന്ന മനുഷ്യനായിരിക്കുമെന്നാണ്. അദ്ദേഹം സാധാരണ മനുഷ്യനെപ്പോലെ ജനിക്കുകയും പിന്നീട് മഹ്ദിയായി തീരുകയും ചെയ്യും. എന്നാൽ ഷിയാക്കൾ വിശ്വസിക്കുന്നത് മഹ്ദി പ്രവാചക കുടുംബത്തിൽ നിന്നുള്ള ഫാത്തിമ അസ്സഹ്റയുടെ പരമ്പരയിൽപ്പെട്ട ഇമാം മുഹമ്മദ് ബിൻ അൽ ഹസനാണെന്നും അദ്ദേഹം ഹിജ്റ 255 ജനിച്ചുവെന്നുമാണ്. അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ് നൽകി അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, പക്ഷേ മറവിലാണ്. അന്ത്യകാലത്ത് തൻ്റെ ഭരണം സ്ഥാപിക്കാൻ അദ്ദേഹം വീണ്ടും പ്രത്യക്ഷപ്പെടും. സുന്നികൾ വിശ്വസിക്കുന്നത് മഹ്ദി നേതൃത്വം ഏറ്റെടുക്കുന്നതിന് ഏതാനും ദശകങ്ങൾക്ക് മുമ്പ് ജനിക്കുമെന്നാണ്. എന്നാൽ ഷിയാക്കൾ വിശ്വസിക്കുന്നത് മഹ്ദി 1000-ലധികം വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ചുവെന്നും അദ്ദേഹത്തിൻ്റെ പിതാവ് ഇമാം ഹസൻ അൽ അസ്കരി അദ്ദേഹത്തിനു വേണ്ടി 300 അഖീഖ അറുത്തുവെന്നുമാണ്. ഇത് അദ്ദേഹത്തിൻ്റെ ജനനത്തിൻ്റെ സൂചനകളിലൊന്നായി അവർ കണക്കാക്കുന്നു. മഹ്ദിയെക്കുറിച്ചുള്ള ഹദീസുകൾ തവാതുർ, മാനവി അഥവാ ആശയപരമായ തുടർച്ച എന്ന തലത്തിലെത്തിയതായി പല പണ്ഡിതന്മാരും വിശ്വസിക്കുന്നു. അവരിൽ പ്രമുഖനാണ് പണ്ഡിതനായ മുഹമ്മദ് ബിൻ അലി അൽ ഷൗക്കാനി. പ്രതീക്ഷിത മഹ്ദി, ദജ്ജാൽ, മസീഹ് എന്നിവയെക്കുറിച്ചുള്ള തുടർച്ചയായ റിപ്പോർട്ടുകളുടെ വിശദീകരണം എന്ന തൻ്റെ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നതെനിക്ക് ശേഖരിക്കാൻ കഴിഞ്ഞ മഹ്ദിയെക്കുറിച്ചുള്ള ഹദീസുകൾ 50 എണ്ണമുണ്ടവയിൽ സ്വഹീഹ് സൻലൈഫ് എങ്കിലും പിന്തുണയുള്ളവ എല്ലാമുണ്ട്. അവയെല്ലാം നിസ്സംശയമായും മുതവാദിർ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടവയാണ്. മഹ്ദിയെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെട്ട പല ഹദീസുകളും ജർഹ് വ തഅദീൽ നിവേദകരെക്കുറിച്ചുള്ള പഠനം എന്ന ഹദീസ് ശാസ്ത്രശാഖയിലൂടെ പണ്ഡിതന്മാർ അവയുടെ ആധികാരികത പരിശോധിച്ചിട്ടുണ്ട്. അവയിൽ ചിലത് ആധികാരികമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്, മറ്റ് പലതും ദുർബലമാണെന്ന് തള്ളിക്കളഞ്ഞിട്ടുമുണ്ട്. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മഹ്ദി എന്നിൽ നിന്നുള്ളവനാണ്. അദ്ദേഹത്തിന് വിശാലമായ നെറ്റിത്തടവും ഉയർന്ന മൂക്കുമുണ്ടായിരിക്കും. ഭൂമി അക്രമവും അനീതിയും കൊണ്ട് നിറഞ്ഞതുപോലെ അദ്ദേഹം അത് നീതിയും ന്യായവും കൊണ്ട് നിറയ്ക്കും. അദ്ദേഹം 7 വർഷം ഭരിക്കും. അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്തു. അൽബാനി ഇത്ഹസൻ എന്ന് വിശേഷിപ്പിച്ചു. അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന്
അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഭൂമി അനീതി കൊണ്ട് നിറഞ്ഞതുപോലെ അത് നീതി കൊണ്ട് നിറക്കുന്ന എൻ്റെ കുടുംബത്തിൽ നിന്നുള്ള ഒരാളെ അള്ളാഹു അയക്കുന്നതുവരെ കാലം അവസാനിക്കുകയില്ല. അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്തു. അൽബാനി ഇൽ സ്വഹീഹ് എന്ന് വിശേഷിപ്പിച്ചു. അബ്ദുല്ല റളിയല്ലാഹു അൻഹുവിൽ നിന്ന്, എൻ്റെ കുടുംബത്തിൽ നിന്നുള്ള എൻ്റെ പേരിനോട് സാമ്യമുള്ള പേരുള്ള ഒരാൾ അറബികളെ ഭരിക്കുന്നതുവരെ ഈ ലോകം അവസാനിക്കുകയില്ല. സുന്നി ഹദീസ് സ്രോതസ്സുകൾ പ്രകാരം ഇമാം മഹ്ദിയുടെ വിശേഷണങ്ങൾ അദ്ദേഹം ഖുറൈശിയായിരിക്കും. അദ്ദേഹം പ്രവാചകൻ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരമ്പരയിൽ ഫാത്തിമ റളിയല്ലാഹു അൻഹയിലൂടെയുള്ള ആളായിരിക്കും. ചില പണ്ഡിതന്മാർ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മകൻ ഹസൻ ബിൻ അലി റളിയല്ലാഹു അൻഹുവിലൂടെ പരമ്പരക്കാണ് സാധ്യത കൽപ്പിക്കുന്നത്. സ്വഹീഹുൽ ബുഖാരിയിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരാമർശിച്ച ഖുറൈശികളിൽ നിന്നുള്ള 12 ഖലീഫമാരിൽ ഒരാളായിരിക്കും അദ്ദേഹം. ഉമ്മത്തിൻ്റെ അവസാന കാലത്തായിരിക്കും വരിക. അദ്ദേഹത്തിൻ്റെ പേര് പ്രവാചകന്റെ പേരിനോടും പിതാവിൻ്റെ പേര് പ്രവാചകന്റെ പിതാവിൻ്റെ പേരിനോടും സാമ്യമുള്ളതായിരിക്കും. അദ്ദേഹം രൂപത്തിലും സ്വഭാവത്തിലും പ്രവാചകനോട് സാമ്യമുള്ളവനായിരിക്കും. വിശാലമായ നെറ്റിത്തടവും ഇരുവശത്തും മുടി അല്പം കയറിയ ഉയർന്ന മൂക്കും നീണ്ടതും അഗ്രം നേർത്തതും മധ്യഭാഗം ഉയർന്നതും ഉള്ള ആളായിരിക്കും. സുന്നി വിശ്വാസമനുസരിച്ച് മഹ്ദിയുടെ വരവിനായി കാത്തിരുന്ന് വെള്ളിയാഴ്ച പ്രാർത്ഥന സംഘടിത പ്രാർത്ഥന ജിഹാദ് ഇസ്ലാമിക നിയമങ്ങൾ നടപ്പാക്കൽ, അതുപോലെ മതപരമായ ഭരണം തുടങ്ങിയ മതപരമായ ബാധ്യതകൾ ഉപേക്ഷിക്കാൻ മുസ്ലിങ്ങളോട് കൽപ്പിക്കുന്നതായി ആധികാരികമായ ഒരു രേഖയുമില്ല. മുസ്ലിങ്ങൾ അവരുടെ ജീവിതം തുടരുന്നു, ആരാധനകൾ നിർവഹിക്കുന്നു, നവീകരണത്തിനായി പരിശ്രമിക്കുന്നു, അറിവ് തേടുന്നു, പഠിപ്പിക്കുന്നു. വ്യക്തവും നിഷേധിക്കാനാവാത്തതുമായ അടയാളങ്ങളോടെ ഈ നീതിമാനായ മനുഷ്യൻ പ്രത്യക്ഷപ്പെടുമ്പോൾ മാത്രം അദ്ദേഹത്തെ തിരിച്ചറിയുകയും സജ്ജനങ്ങളായ അനുയായികൾ അദ്ദേഹത്തെ പിന്തുടരുകയും ചെയ്യും. ഇതായിരുന്നു സ്വഹാബികളുടെയും സച്ചരിതരായ പിൻഗാമികളുടെയും മാർഗം. എല്ലാ കാലഘട്ടത്തിലെയും പണ്ഡിതന്മാരും ഈ വിശ്വാസമാണ് പുലർത്തിപ്പോരുന്നത്. അദ്ദേഹത്തിനുള്ള ബൈഅത്തും അധികാരവും വ്യക്തമായിരിക്കും. സുന്നി വീക്ഷണമനുസരിച്ച് അദ്ദേഹത്തിൻ്റെ വരവിൻ്റെ അടയാളങ്ങളിലൊന്ന് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ പരാമർശിച്ച ഇറാഖിൻ്റെയും സിറിയയുടെയും ഉപരോധമാണ്. അടുത്തുതന്നെ ഇറാഖുകാർക്ക് ഒരു കഫീസും ഒരു ദിർഹമും തടയപ്പെടും. ഞങ്ങൾ ചോദിച്ചു, ഇതെവിടെ നിന്നായിരിക്കും? അദ്ദേഹം പറഞ്ഞു, അനറബികളിൽ നിന്നവർ അത് തടയും. പിന്നെ അദ്ദേഹം പറഞ്ഞു, അടുത്തുതന്നെ സിറിയക്കാർക്കും ഒരു ദീനാറും ഒരു മുദ്ദും തടയപ്പെടും. ഞങ്ങൾ പറഞ്ഞു, ഇത് എവിടെ നിന്നായിരിക്കും? അദ്ദേഹം പറഞ്ഞു, റോമാക്കാരിൽ നിന്ന്. പിന്നെ അള്ളാഹുവിൻ്റെ റസൂൽ അല്പസമയം നിശബ്ദനായി എന്നിട്ട് പറഞ്ഞു, എൻ്റെ ഉമ്മത്തിൻ്റെ അവസാന കാലത്ത് ഒരു ഖലീഫ വരും. അദ്ദേഹം കണക്കില്ലാതെ സമ്പത്ത് വാരിക്കോരി നൽകും. ഇത് സ്വഹീഹ് മുസ്ലിമിലുള്ള ആധികാരിക ഹദീസാണ്. അദ്ദഹബിയും ഇബ്നു കസീറും റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾ പ്രകാരം തർക്കങ്ങളുടെയും ഭൂകമ്പങ്ങളുടെയും സമയത്തായിരിക്കും മഹ്ദി അയക്കപ്പെടുക. തർക്കങ്ങളുടെയും ഭൂകമ്പങ്ങളുടെയും സമയത്ത് എൻ്റെ ഉമ്മത്തിലേക്ക് അയക്കപ്പെടുന്ന മഹ്ദിയെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് സന്തോഷവാർത്ത അറിയിക്കുന്നു. നദിക്കപ്പുറമുള്ള ദേശങ്ങളിൽ നിന്ന്, ട്രാൻസോക്സിയാന, ഇന്നത്തെ ഉസ്ബെക്കിസ്ഥാൻ, 2 പേർ വരും. ഒരാളുടെ പേര് അൽ ഹാരിത്ത് ബിൻ ഹറാത്ത് എന്നും മറ്റൊരാൾ മൻസൂർ എന്നുമായിരിക്കും. ഖുറൈശികൾ പ്രവാചകനെ പിന്തുണച്ചതുപോലെ അവർ മുഹമ്മദിന്റെ കുടുംബത്തിന് വഴിയൊരുക്കും. അബൂദാവൂദ് തന്റെ ദുർബലമായ നിവേദനങ്ങളിൽ ഉദ്ധരിച്ചതുപോലെ നദിക്ക് അപ്പുറത്തുനിന്ന് അൽ ഹാരിത്ത് ബിൻ ഹറാത്ത് എന്നൊരാൾ വരും. അദ്ദേഹത്തിന്റെ മുന്നിൽ മൻസൂർ എന്നൊരാളുണ്ടാകും. ഖുറൈശികൾ അള്ളാഹുവിന്റെ റസൂലിന് വഴിയൊരുക്കിയതുപോലെ അവർ മുഹമ്മദിന്റെ കുടുംബത്തിന് വഴിയൊരുക്കും. ഓരോ വിശ്വാസിക്കും അവനെ പിന്തുണയ്ക്കൽ നിർബന്ധമാണല്ലെങ്കിൽ അവനോട് പ്രതികരിക്കൽ നിർബന്ധമാണ്. കിഴക്ക് നിൻഖുറാസാനിൽ നിന്ന് കറുത്ത കൊടികളുമായി സൈന്യങ്ങൾ വരും. ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത ഹദീസിലുള്ളതുപോലെ നിങ്ങളുടെ നിധിക്കു വേണ്ടി ഒരു ഖലീഫയുടെ 3 മക്കൾ പോരാടും. അവരിൽ ആർക്കും അത് ലഭിക്കുകയില്ല. അപ്പോൾ കിഴക്ക് നിന്ന് കറുത്ത കൊടികൾ പ്രത്യക്ഷപ്പെടും. ഒരു ജനതയും ചെയ്യാത്ത വിധത്തിൽ അവർ നിങ്ങളെ വധിക്കും. തുടർന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തോ പറഞ്ഞു, അത് ഞാൻ ഓർക്കുന്നില്ല എന്നിട്ട് കൂട്ടിച്ചേർത്തു. അതുകൊണ്ട് നിങ്ങൾ അവനെ കണ്ടാൽ മഞ്ഞിലൂടെ ഇഴഞ്ഞിട്ടാണെങ്കിലും അവന് ബൈഅത്ത് ചെയ്യുക, കാരണം അവൻ അള്ളാഹുവിൻ്റെ ഖലീഫയായ മഹ്ദിയാണ്. ഇബ്നു മാജയിലെ മറ്റൊരു ഹദീസിൽ, ഞങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ ബനു ഹാഷിം കുടുംബത്തിലെ ചില യുവാക്കൾ അങ്ങോട്ട് വന്നു. പ്രവാചകന്റെ കണ്ണുകൾ നിറയുകയും മുഖം മാറുകയും ചെയ്തു. ഞാൻ പറഞ്ഞു, അങ്ങയുടെ മുഖത്ത് ഞങ്ങൾ ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങൾ ഞങ്ങൾ ഇപ്പോഴും കാണുന്നു. അദ്ദേഹം പറഞ്ഞു,
തീർച്ചയായും എൻ്റെ വീട്ടുകാരായ ഞങ്ങളെ അള്ളാഹു ഈ ദുനിയാവിനേക്കാൾ പരലോകത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നു. എൻ്റെ വീട്ടുകാർ വിപത്തുകളും പുറത്താക്കലുകളും പീഡനങ്ങളും നേരിടേണ്ടിവരും. കിഴക്ക് നിന്ന് കറുത്ത കൊടികളുമായി ഒരു സംഘം വരുന്നതുവരെ അവർ സത്യം തേടും, പക്ഷേ അവർക്ക് അത് നൽകപ്പെടുകയില്ല. അപ്പോൾ അവർ പോരാടുകയും വിജയിക്കുകയും ചെയ്യും. അപ്പോൾ അവർ ആവശ്യപ്പെട്ടത് അവർക്ക് നൽകപ്പെടും, പക്ഷേ അവർ അത് സ്വീകരിക്കുകയില്ല. ഭൂമി അക്രമം കൊണ്ട് നിറഞ്ഞതുപോലെ നീതി കൊണ്ട് നിറക്കുന്ന എൻ്റെ കുടുംബത്തിൽ നിന്നുള്ള ഒരാൾക്ക് അത് കൈമാറുന്നതുവരെ നിങ്ങളിൽ ആരെങ്കിലും അതിന് സാക്ഷിയായാൽ മഞ്ഞിലൂടെ ഇഴഞ്ഞാണെങ്കിലും അവരുടെ അടുത്തേക്ക് പോകുക. അഹ്മദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ, ഖുറാസാനിൽ നിന്ന് കറുത്ത കൊടികൾ വരുന്നത് നിങ്ങൾ കണ്ടാൽ അവരുടെ അടുത്തേക്ക് പോകുക, കാരണം അവരിൽ അള്ളാഹുവിൻ്റെ ഖലീഫയായ മഹദിയുണ്ട്. മഹദിക്ക് മുമ്പുള്ള ഖിലാഫത്തിൻ്റെ മടക്കം. നീതിമാനായ ഈ നേതാവ് മഹദിക്ക് ബൈഅത്ത് ചെയ്യുന്ന നീതിപൂർവകമായ ഇസ്ലാമിക ഖിലാഫത്തിൻ്റെ മടക്കത്തിന് ശേഷമായിരിക്കും എന്നതാണ് ശക്തമായ അഭിപ്രായം. അൽബാനി പറഞ്ഞതുപോലെ ശക്തമായ അഭിപ്രായം ഖിലാഫത്ത് തിരിച്ചുവരുമെന്നും അതിൻ്റെ തലസ്ഥാനം ജെറുസലേം ആയിരിക്കുമെന്നും മഹദിക്ക് മുമ്പായി. പിന്നീട് ഒരു ഖലീഫയുടെ മരണശേഷം ജനങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടാകും. ഖലീഫമാരുടെ മക്കളായ 3 രാജകുമാരന്മാർ കൊല്ലപ്പെടും. അപ്പോൾ ജനങ്ങൾ അദ്ദേഹത്തെ മഹ്ദിയെ തിരിച്ചറിയും. മക്കയിലെ ഹറമിൽ മഖാമു ഇബ്രാഹിമിനടുത്ത് വെച്ച് അദ്ദേഹത്തിന് ബൈഅത്ത് നൽകപ്പെടും. നേതൃത്വം ഏറ്റെടുക്കാൻ അദ്ദേഹം വിമുഖത കാണിക്കുമെങ്കിലും അള്ളാഹു ഒരൊറ്റ രാത്രി കൊണ്ട് അദ്ദേഹത്തെ അതിന് സജ്ജനാക്കും. അദ്ദേഹം മുസ്ലിങ്ങളെ നയിക്കുന്ന നീതിമാനും ന്യായവാനുമായ ഒരു മനുഷ്യനായിരിക്കും. മുഹമ്മദ് ബിൻ അബ്ദുല്ല അൽ മഹ്ദിക്ക് മുമ്പ് ഖിലാഫത്ത് തിരിച്ചുവരുമെന്നും അതിൻ്റെ തലസ്ഥാനം ജെറുസലേമായിരിക്കുമെന്നും ക്ലാസിക്കലും സമകാലികരുമായ നിരവധി പണ്ഡിതന്മാർ ഈ വീക്ഷണത്തെ പിന്തുണയ്ക്കുന്നു. ഒരു ഖലീഫ മരിക്കുകയും 3 രാജകുമാരന്മാർ തമ്മിൽ തർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്തതിനു ശേഷമുള്ള തർക്കങ്ങളുടെ സമയത്തായിരിക്കും അദ്ദേഹം പ്രത്യക്ഷപ്പെടുക. അപ്പോൾ മസ്ജിദുൽ ഹറാമിലെ മക്കാമിനടുത്ത് വെച്ച് അദ്ദേഹത്തിന് ബൈഅത്ത് നൽകപ്പെടും. അദ്ദേഹം മുസ്ലിങ്ങളെ നയിക്കും. ഒരു ഖലീഫയുടെ മരണത്തെ തുടർന്നുണ്ടാകുന്ന ഭിന്നതയ്ക്കും അരാജകത്വത്തിനും ശേഷം ഉമ്മത്തിന് അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യമായിരിക്കും അദ്ദേഹത്തിൻ്റെ വരവ്. ഇതെല്ലാം നീതിപൂർവകമായ ഖിലാഫത്തിൻ്റെ മടക്കത്തെ സൂചിപ്പിക്കുന്നു. അള്ളാഹു നാം എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.